ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാൻ തോന്നി. ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2020 സംതിങ്ങിനാണ്. ബട്ട് ഞാൻ ഇതിലിങ്ങനൊരു വീഡിയോ ഇടാൻ 5 കൊല്ലമാണ് ഞാൻ എടുത്തത്. 5 കൊല്ലം കേസ്. നാട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ള ഒറ്റ തോട്ടാണ് 5 കൊല്ലമാണ് ഞാൻ മാറ്റിവെച്ചത്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മളുടെ സന്തോഷം മാറ്റിവെച്ച് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിൽക്കരുത്. അത് ഫാമിലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുള്ളവരായിക്കോട്ടെ, അവരൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മുടെ ഒരു വീഴ്ച വരുമ്പോൾ എല്ലാവരും നിന്ന് കളിയാക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ നോക്കുക. അത് ഞാൻ റിയലൈസ് ചെയ്യാൻ ഇത്രയും കൊല്ലമോ വേണ്ടി വന്നെ. അതിപ്പോൾ എനിക്ക് തോന്നുമ്പോൾ എനിക്കെന്തോ വിഷമം വരുന്നു. അപ്പം ഇതേപോലെ നിങ്ങളും വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അത് ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് നോക്കാതിരിക്കുക. അപ്പം നമുക്ക് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിലോട്ട് പോകാം. ഞാൻ ഐലൈനറാണ് ആദ്യം ഇടുന്നത്. പിന്നെ ഞാൻ സോപ്പോ അല്ലെങ്കിൽ പൗഡറോ അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ എൻ്റെ മുഖത്ത് യൂസ് ചെയ്യില്ല. സ്കിൻ കെയർ ഞാൻ ചെയ്യുന്നത് രാവിലെ ഞാൻ ചെയ്യാറില്ല, ഞാൻ നൈറ്റാണ് ചെയ്യാറ്. അപ്പം ഞാൻ സ്കിൻ കെയറൊക്കെ നൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി വരുമ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ നേരെ വന്ന് മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് ആദ്യം ചെയ്യുന്നത് ഐലൈനർ യൂസ് ചെയ്യും. പിന്നെ ഐലൈനർ കൊണ്ടുതന്നെ ഒരു പൊട്ട് വെക്കും. പിന്നെ ലിപ്സ്റ്റിക്ക്, ഐലൈനർ ഞാൻ സ്റ്റുഡിയോന്ന് എടുത്ത ഐലൈനറാണ്. കുഴപ്പമില്ല, ഓക്കെ ഐലൈനറാണ്. ഭയങ്കര ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐലൈനർ. നമ്മുടെ ഡാസിലറിൻ്റെ ഐലൈനർ ആയിരുന്നു ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്, പിന്നെ അങ്ങോട്ട് സ്റ്റുഡിയോ ആക്കിയത്. ഇത് പിന്നെ വാട്ടർ പ്രൂഫാണ്, അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തത് സ്റ്റുഡിയോയുടെ തന്നെ ലിപ്സ്റ്റിക്ക് ഉണ്ട്. ബട്ട് എനിക്ക് ആ കളർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഡാസിലറിൻ്റെ, എനിക്കിഷ്ടപ്പെട്ട ഒരു ഡാസിലറിൻ്റെ ഷെയ്ഡുണ്ട്, അതും ആ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടൊക്കെ അടിക്കും. അത് നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് നല്ല അവൾ തന്നതാണ്. ഇത് 2 in 1 ആണ്. അതിൻ്റെ താഴെ ലിക്വിഡാണുള്ളത്, അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക്കാണുള്ളത്. എനിക്ക് ആ സ്റ്റിക്കിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ലിക്വിഡിൻ്റെ കളർ തീരെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അകത്തിടുന്നത്. ലൈൻ ചെയ്യുന്നത് മറ്റേ റെഡ്മി എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഞാൻ ആക്സസറീസായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു കമ്മലാണ്. ഈ ഒരു കമ്മൽ ഞാൻ സെറ്റായിട്ട് മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. അതിലൊരു 50 കമ്മലാണ്ടുണ്ടായിരുന്നു. ഒരു സെറ്റിൽ 20-25 ആണ്ടുണ്ടായിരുന്നു. അങ്ങനെ 50 കമ്മൽ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഒരു 10-15 ഉള്ളൂ. എനിക്ക് കമ്മൽ വെച്ചെടുത്ത് കാണില്ല. ഞാൻ കമ്മൽ ഇങ്ങനെ എടുത്ത് കളയുന്ന ഒരു ചിന്താഗതിയിലുള്ള ആളാണ് ഞാൻ. വെച്ചെടുത്തായിരിക്കില്ല പിന്നെ ഞാൻ തപ്പുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തപ്പി കണ്ടുപിടിക്കാനുള്ള ഒരു മടി കാരണം ഞാൻ വേറെ കമ്മലെടുത്തിടും. അങ്ങനെ എൻ്റെ കമ്മൽ ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും വാച്ച് പെയർ ചെയ്യും കേസ്. എനിക്ക് വാച്ച് മസ്റ്റാണ്. പിന്നെ ഞാൻ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് എൻ്റെ പെർഫ്യൂമുണ്ട്. ആ പെർഫ്യൂമും കൂടെ ഇട്ട് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ അവസാനിപ്പിക്കും. ഇത് ലക്കോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പെർഫ്യൂമാണ്. ഇതെനിക്ക് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. നൈസ് പെർഫ്യൂമാണ്, ഒരു ബൂമറിൻ്റെയൊക്കെ മണമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ഗീസ്. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയായിരുന്നു ഞാൻ പോയത്. എങ്ങനെയുണ്ട്?